നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ, മറന്നുപോയോ നീ? ആ വണ്ടി നിന്റെ ജീവനായിരുന്നില്ലേ? ആ വണ്ടിയിലല്ലേ അമ്മമാരെ, ചേച്ചിമാരെ, പളപള പട്ടുസാരി എന്ന് പറഞ്ഞ് നീ കച്ചവടം നടത്തിയിരുന്നത്? ഇനി കച്ചവടത്തിന് എങ്ങനെ പോകും നീ? ഭയങ്കര ചൂടായിട്ടുണ്ടല്ലോ. ഈ ചായപത്രം നിന്റെ മുഖത്ത് വെച്ചാ പാല് പെട്ടെന്ന് തിളച്ചു കിട്ടും. തിളച്ച പാല് നിന്റെ മുഖത്തൊഴിക്കാൻ എനിക്ക് അധിക സമയമൊന്നും വേണ്ട. നിന്നെ ഇപ്പൊ വലിച്ചു പുറത്തു കൊണ്ടുപോയി പെട്രോൾ ഒഴിച്ച് എന്റെ വണ്ടി കത്തിച്ചതുപോലെ നിന്നെ കത്തിക്കാൻ എനിക്ക് പറ്റും. അത്രയ്ക്ക് വെറുപ്പുണ്ട് എനിക്ക് നിന്നോട്. നിന്നെ ഞാനൊന്നും ചെയ്യാത്തത് എന്റെ അക്കുച്ചേട്ടന്റെയും ബാലമാമയുടെയും മുഖം ആലോചിച്ചിട്ട് മാത്രമാ. ഇനി നീ ഇവിടെ നിന്നാ അതെനിക്ക് ചെയ്യേണ്ടി വരും. ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി വിടുന്നതിന് മുമ്പ് ഇവിടുന്ന് പോയാ നിനക്ക് നല്ലത്. ചാരു വിഷമിക്കണ്ട, നമുക്ക് പുതിയൊരു വണ്ടി വാങ്ങാം. ഇൻസ്റ്റാൾമെന്റിൽ തുണി വിൽക്കുന്ന നിനക്ക് മാസത്തവണയിൽ ഇൻസ്റ്റാൾമെന്റിൽ ഒരു പുതിയ വണ്ടി വാങ്ങാം. ചാരുവിന്റെ വണ്ടി കത്തിച്ചത് നീയാണല്ലേ? ചോദിച്ചതിന് മറുപടി പറ. വേണ്ട ചാരു, നീ മിണ്ടായിരിക്കും. ചാരുവിന്റെ വണ്ടി കത്തിച്ചത് നീയാണോന്ന് പറയാൻ. എന്ത് പറയാൻ? എനിക്ക് ആ വണ്ടി ഇഷ്ടമല്ല, അതുകൊണ്ട് കത്തിച്ചു. നിനക്ക് ഇഷ്ടമില്ലാത്തൊക്കെ നീ കത്തിക്കോ? ചാരുവിന് ആ വണ്ടി എന്തായിരുന്നു നിനക്കറിയോ? നന്നായി അറിയാം. ചേട്ടാ, പ്രശ്നം വലുതാക്കണ്ട. ബാലമാമ അറിഞ്ഞ നിന്നോടല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞ? ചാരുവിന് ജീവനായിരുന്നു ആ വണ്ടി. മനസ്സിൽ എത്ര ക്രൂരത ഉണ്ടായിട്ട് വേണം നീ ആ വണ്ടി കത്തിക്കാൻ? ദേഷ്യപ്പെടലേ ആകാശേ. എനിക്ക് ജീവനായിരുന്ന നിന്നെ ഇവള് തട്ടിക്കൊണ്ടുപോയില്ലേ, അതുകൊണ്ട് ഇവളുടെ ജീവനായ വണ്ടി ഞാൻ കത്തിച്ചു. കോഫി ഉണ്ടാക്കാൻ പോയ തുണിക്കച്ചവടക്കാരിയെ കാണുന്നില്ലല്ലോ. അത് കണ്ടുപിടിക്കാൻ പോയ ശ്രേയം കാണുന്നില്ല. അല്ല, അതിന്റെ പിന്നാലെ ആകാശം പോയിട്ടുണ്ടായിരുന്നല്ലോ. 3 പേരെ ഇപ്പൊ കാണാനില്ല. ആകാശേ, നീ ഒന്ന് കൂട്ടിയും കീഴ്ച്ചു നോക്കണം, കണക്ക് ടാലിയാവും. എടാ ആകാശേ, നീ എന്തേ കാണിക്കുന്നേ? എടാ, നീ എന്തിനാ ഈ കൊച്ചിനെ തല്ലിയേ? ഈ കൊച്ചു നിന്റെ ചീഫല്ലേ? ചീഫോ? ഇവളോ? പിശാചിന്റെ സ്വഭാവ. നീ ഒന്ന് സമാധാനപ്പെട്. കുഞ്ഞേട്ട വേണ്ട, പ്ലീസ്. ചീഫാണെന്ന് പറഞ്ഞ് എന്ത് തെണ്ടിത്തരം കാണിക്കാന്നോ? നീ എന്തിനാണ് മേഡത്തെ കൈവച്ചത്? ഇനി നിന്റെ കൈ പൊങ്ങിയ ഞാൻ എന്ത് ചെയ്ത് എനിക്കെന്നെ അറിയില്ല. നീ ഒന്നും ചെയ്യില്ല. എനിക്കും ഇവൾക്കും ഇടയിലുള്ള പ്രശ്നത്തില് നീ ഇടപെടണ്ട.
അക്കുച്ചേട്ടാ എന്താ ഇത്? വാ നീ ഒന്ന് വിട്ടെ. അക്കുച്ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നടക്ക് അക്കുച്ചേട്ടാ.